എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വസ്ത്രം നൽകിയിരിക്കുന്നത്? ആദ്യമായി നമ്മളത് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് അല്ലാഹു നമുക്ക് വസ്ത്രം നൽകിയിരിക്കുന്നത്? നോക്കൂ നിങ്ങൾ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ യുവാരി സൗആതികും വരീശാ ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, യാ ബനി ആദം, അല്ലയോ മനുഷ്യ മക്കളെ, മാനവ കുലമേ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ, നിങ്ങൾക്ക് നാം വസ്ത്രത്തെ നൽകിയിരിക്കുന്നത് 3 രീതിയിലുള്ള വസ്ത്രവിധാനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രവിധാനത്തെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ വിളിക്കുന്നത് തന്നെ യാ ബനി ആദം എന്നാണ്, സത്യവിശ്വാസികളെ എന്നല്ല. അല്ലയോ ആദം സന്തതികളെ എന്നാണ്. അഥവാ മനുഷ്യ മക്കളെ ഒന്നായിട്ട് എല്ലാവരെയും ചേർത്ത് വിളിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം വസ്ത്രം എന്ന് പറയുന്നത് കേവലം വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല. വിശ്വാസമുള്ളവരും അവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും മതനിരാസത്തിന്റെ വക്താക്കൾക്കും മതത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്കും എല്ലാം അവർക്കെല്ലാവർക്കും വേണ്ടുന്നതാണ് വസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും സക്കാത്ത് പറഞ്ഞപ്പോഴും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ എന്ന് വിളിച്ചെങ്കിൽ ഇതാ പരിശുദ്ധമാക്കപ്പെട്ടതായ വസ്ത്രവിധാനത്തെ പറ്റി അള്ളാഹു വിളിക്കുമ്പോൾ അവൻ പ്രത്യേകം എടുത്തു പറയുന്നത് യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ എന്നാണ്. കാരണം ആദം സന്തതികൾ മുഴുവൻ ആളുകൾക്കും വസ്ത്രവിധാനം അനിവാര്യമാണ്, വസ്ത്രം അനിവാര്യമാണ്. എന്തിനാണ് വസ്ത്രവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയുന്നു 3 രീതിയിലുള്ള വസ്ത്രമാണ് നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളത്. 1, യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തമായ വസ്ത്രവിധാനമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ വസ്ത്രവിധാനം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തമാകുന്ന വസ്ത്രവിധാനമാണ്. മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തമാകുന്ന വസ്ത്രവിധാനം. നമ്മുടെ നഗ്നത എന്ന് പറയുന്നത് എവിടം മുതൽ എവിടം വരെ എന്നുള്ളത് പഠിക്കണം. പുരുഷന്റെ നഗ്നത എവിടം മുതൽ എവിടം വരെയാണ് എന്ന് മനസ്സിലാക്കണം. അത് മറച്ചു നടന്നാൽ ഖുർആൻ പറഞ്ഞ വസ്ത്രവിധാനമായി. സ്ത്രീയുടെ നഗ്നത, അവളുടെ ഔറത്ത് എവിടം മുതൽ എവിടം വരെയാണ് എന്നുള്ളതും പഠിക്കണം. അത് പരിപൂർണമായി മറച്ചു നടന്നാൽ ഖുർആൻ പറഞ്ഞ വസ്ത്രവിധാനമായി. അല്ലാഹു അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തെ വസ്ത്രവിധാനം ഖുർആൻ പറയുന്നത് യുവാരി സൗആതികും എന്നാണ്. നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തമാകുന്ന വസ്ത്രവിധാനം നിങ്ങൾക്ക് വേണം. തീർന്നില്ല, ഖുർആൻ വീണ്ടും തുടർത്തി 2 വസ്ത്രവിധാനം കൂടി പറയുക. ഇൻഷാ അല്ലാഹ് അത് പഠിച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ വസ്ത്രത്തിലേക്ക് തിരിച്ചു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ
നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തമാകുന്ന വസ്ത്രവിധാനം അത് ഒന്നാമത്തതാണ്. വരീശൻ, പക്ഷികൾക്ക് തൂവൽ അലങ്കാരമെന്നതുപോലെ മനുഷ്യനവന്റെ വസ്ത്രം അലങ്കാരത്തിനും പ്രൗഢിക്കുമുള്ളതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. രീഷ് എന്നാൽ അതിന്റെ അർത്ഥം തൂവൽ എന്നാൽ തൂവൽ. പക്ഷികൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ മനുഷ്യനവന്റെ വസ്ത്രം അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെ ശൈലി എത്ര മനോഹരമാണ്. ഈ കൊറോണയുടെ ഘട്ടത്തിൽ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന മക്കൾ നമുക്കിടയിൽ ധാരാളം ഉണ്ടാവും അല്ലേ? എല്ലാ വീടുകളിലും കിളികളെ വളർത്തുന്നവർ, പെറ്റ്സിനെ വളർത്തുന്നവർ, ചെറിയ അക്വേറിയം ഉണ്ടാക്കിയിട്ട് അതിൽ ചെറിയ മീനിനെ വളർത്തുന്ന മക്കൾ, അങ്ങനെ പല കലാപരിപാടികളാണ്. ചെറിയ കിളിക്കുഞ്ഞിനെ വളർത്തുന്ന മക്കൾക്കറിയാം, മുട്ട വിരിഞ്ഞ് അതിങ്ങനെ പുറത്തു വന്ന് ഓരോ ദിവസം കഴിയുന്തോറും അതിനെങ്ങനെ പരിപാലിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇറച്ചി കഷ്ണമാകുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ചിറക് മുളച്ച് അതിങ്ങനെ വന്ന് മൂടുമ്പോൾ അതിനൊരു ഭംഗിയാണ്, കാണാൻ നല്ല രസമാണ് അല്ലേ? കിളിയെ വളർത്തുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈ ഉയർത്തിക്ക്, എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ആ, ഒരാള്, ഒന്നേ ഉള്ളോ? ഇതാ അവിടെ രണ്ട്. മെയിൻ ഇവിടുത്തെ പ്രാവിൻ്റെ ബിസിനസ് മുതലാളിയാണ്. അള്ളാഹു നമുക്കൊക്കെ ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ ആ ചെറിയ കുഞ്ഞുങ്ങള്, പക്ഷി കുഞ്ഞുങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഇറച്ചി കഷ്ണമാണ്. അതിൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പതുക്കെ 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 കുറേശ്ശെയായി തൂവലുകൾ വന്ന് പൊതിയുമ്പോൾ കാണാൻ നല്ല രസമാണ് അതിന്. ആ തൂവൽ വരുന്നതിന് മുമ്പ് കാണാൻ ഒരു രസവും ഉണ്ടാവൂല. അപ്പൊ ഖുർആൻ പറഞ്ഞത് അതാണ്, വരീശൻ, പക്ഷികൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ മനുഷ്യനവന്റെ വസ്ത്രം അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഖുർആനിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വസ്ത്രം നഗ്നത മറയ്ക്കാനുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നല്ല അലങ്കാരവും പ്രൗഢിയും കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണമെന്നർത്ഥം. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കരുത്. അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുന്ന വേളയിലും പുറത്തിറങ്ങുമ്പോൾ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ നല്ല വസ്ത്രവിധാനം നടത്തണം. അത് പരിശുദ്ധമായി ഇസ്ലാം അംഗീകരിച്ചതാണ്. ചില ആളുകൾ ഇസ്ലാമിനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം വളരെ കുടുസായ ചിന്താഗതിയുടെ മതമാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ശരീരം മുഴുവനും ഒരു പച്ച തുണി കൊണ്ട് മൂടി, മുടിയെല്ലാം ജട പിടിച്ച് കുളിക്കാതെ നിലകൊണ്ട് ഏതെങ്കിലും മക്ബറയിൽ വന്നിരുന്ന് കൈവരലുകൾ 50 മോതിരവും ധരിച്ചിരുന്നാല് അയാൾ വലിയ സൂഫിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാകുന്ന ആളുകൾ നമുക്കിടയിൽ വല്ലാതെ വ്യാപിച്ചുപോയി. ഒരിക്കലും അതല്ല സൂഫിസം. മാന്യമായ വസ്ത്രം ധരിക്കുന്നതിനെ വിശുദ്ധ ഇസ്ലാം എപ്പോഴും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. നല്ല വസ്ത്രവിധാനം വേണം, അതിന് വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. നല്ല വസ്ത്രം വേണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വില കൂടിയ വസ്ത്രം ധരിക്കുക എന്നുള്ളതല്ല. മറിച്ച് അവനവന്റെ ശമ്പളത്തിന്റെ സ്രോതസ് അനുസരിച്ചിട്ടുള്ള മാന്യമായ വസ്ത്രവിധാനം നടത്തൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകമാണ്, നല്ലതാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുകയാണ്. നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് സലാം ചൊല്ലുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, അല്ലാഹു തങ്ങൾക്ക് രക്ഷ നൽകട്ടെ റസൂലേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സലാം പറഞ്ഞതാകുന്ന വ്യക്തിയോട് ഫറദ്ദ അലൈഹി സലാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കുകയാണ്. സലാം മടക്കിക്കൊണ്ട് റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോ നഊദു ബില്ലാഹ്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പള്ളിയിൽ വന്നിട്ടുള്ളത്. ആദരവായ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അത്രേ അലകമാലുൻ, നിനക്ക് സമ്പത്തില്ലയോ ധനമില്ലയോ? നീ പണക്കാരനല്ലയോ ധനാഢ്യനല്ലയോ? അലകമാലുൻ, നീ പണക്കാരനല്ലയോ ധനികനല്ലയോ? ഫഖാല റജുലൂ
ഉടനെ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, മിൻ കുല്ലിൽ മാലി യാ റസൂലല്ലാഹ്, എല്ലാ നിലക്കും ഞാൻ പണക്കാരനാണ് റസൂലേ. മിനൽ ഇബിലി വൽ ബഖരി വൽ ഗനമി, ആടുമാട് ഒട്ടകങ്ങൾ എനിക്കുണ്ട് റസൂലേ, എനിക്കുണ്ട് റസൂലേ. എല്ലാ നിലക്കും ഞാൻ ധനാഢ്യനാണ്, എല്ലാ നിലക്കും ഞാൻ പണക്കാരനാണ്. മിനൽ കുല്ലിൽ മാലി യാ റസൂലല്ലാഹ്, എല്ലാ നിലക്കും ഞാൻ ധനികനാണ്. ഒട്ടകമാണെങ്കിലും കുതിരയാണെങ്കിലും എല്ലാ നിലക്കും ഞാൻ ധനികനാണ് റസൂലേ. ആദരവായ പ്രവാചകന്റെ മുന്നിൽ വലിയതാകുന്ന സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഷിഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് പള്ളിയിൽ വന്ന മനുഷ്യനെ റസൂലുള്ളാഹി തിരുത്തുകയാണ്. പാടില്ല സഹോദരാ, ഈ രീതിയിൽ പള്ളിയിലേക്ക് വരാൻ പാടില്ല. ഇന്നല്ലാഹ യുഹിബ്ബു അയറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയ്ക്ക് നൽകിയിരിക്കുന്നതായ മാന്യമായ വസ്ത്രവിധാനം അതവന്റെ ജീവിതത്തിൽ നടത്തൽ അനിവാര്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്തിന്റെ അനുഗ്രഹം അതവന്റെ വസ്ത്രവിധാനത്തിലൂടെ കാണുന്നതിനെ അല്ലാഹു ഇഷ്ടം വെക്കുന്നു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വസ്ത്രവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നതാകുന്ന സമ്പത്ത് അത് മാന്യമായ ചെലവഴിച്ച് അത് നിന്റെ ശരീരത്തിൽ കാണണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പുറയിലത്തെ കോഫി ഒക്കെ എന്നിട്ട് എനിക്ക് ഇത് കിട്ടിയാൽ മതി, ഈ 2 ബോക്സ് കിട്ടണം, നിർബന്ധമാണ്, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് പിടിക്കും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഒരടിമയ്ക്ക് തൻ്റെ റബ്ബ് കൊടുത്തിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും അവൻ്റെ വസ്ത്രവിധാനത്തിലൂടെ കാണുന്നതിന് അള്ളാഹു ഇഷ്ടം വെക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്ന് പറഞ്ഞാൽ മാന്യമായ വസ്ത്രവിധാനം നമ്മൾ നടത്തണം, അത് നിർബന്ധമാണ്. മുഷിന്റെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത്, നല്ല വസ്ത്രവിധാനമായിരിക്കണം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതൊരു മുഅ്മിനിന്റെ രീതിയായിരിക്കണം. അപ്പൊ നല്ല അലങ്കാരവും പ്രൗഢിയുമുള്ള വസ്ത്രവിധാനം നടത്തുക, അതാണ് ഖുർആൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ശമ്പളമായിരിക്കും. ചിലർക്ക് ഡെയിലി ശമ്പളം കിട്ടും, ചിലർക്ക് മാസത്തിലായിരിക്കും കിട്ടുക. എത്രയാണോ ഓരോരുത്തർക്കും ലഭിക്കുന്നത് അത് കറക്റ്റായിട്ട് മാന്യമായി ചെലവഴിക്കണം. എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിന് സ്വന്തം മാത്രം ഇട്ട് നടന്നാൽ പോരാ. ചില ആളുകൾ അങ്ങനെയുണ്ട്, സ്വന്തം മാത്രം, ഭാര്യയുടെ കാര്യം നോക്കൂല, മാതാപിതാക്കളുടെ നോക്കൂല, മക്കളുടെ നോക്കൂല. അങ്ങനെ ആകാൻ പാടില്ല. അവരുടെയൊക്കെ കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധിക്കുന്നവനാകണം, എങ്കിലേ അവൻ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലിയുൻഫിഖ് ദൂ സഅതിൻ മിൻ സഅതി വമൻ ഖുദിറ അലൈഹി ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, സമ്പത്തുള്ള ആളുകൾ അവർ മാന്യമാകുന്ന ചെലവ് തന്റെ കുടുംബത്തിന് നൽകണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ ആദരവായ പ്രവാചകൻ ഓതിക്കൊണ്ട് വ്യക്തമാക്കുകയാണ്, സമ്പത്തുള്ളവൻ അതനുസരിച്ചുകൊണ്ട് ചെലവഴിക്കണേ. അത് കൊടുക്കാതെ തൻ്റെ കുടുംബത്തെ പട്ടിണിക്കിടുന്നവരെ, അവർക്ക് വസ്ത്രവിധാനം നൽകാതെ പിടിച്ചു വെക്കുന്നവരെ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി നീയാണ് എന്നും ഹബീബുനാ റസൂലുള്ളാഹി. കിട്ടുന്ന ശമ്പളം മുഴുവനും കള്ള് കുടിച്ചുകൊണ്ട് കൂത്തടിക്കുന്നതാകുന്ന ആളുകളില്ലയോ, ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നവരില്ലയോ, കുടുംബത്തെ പട്ടിണിക്കിടുന്നവരില്ലയോ, മാന്യമായ വസ്ത്രവിധാനം തൻ്റെ ഭാര്യ
ഭാര്യക്കോ മക്കൾക്കോ കൊടുക്കാത്തവരില്ലയോ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, കഫാ ബിൽ മർഇ ഇസ്മാ അയ്യുളയ്യ മയ്യഖൂത്ത്. ചെലവ് കൊടുക്കേണ്ടവർക്ക് മാന്യമായി ചെലവ് കൊടുക്കാതെ സമ്പത്ത് മുഴുവനും പിടിച്ചു വെക്കുന്നതായ ആളുകളില്ലയോ? സമ്പത്ത് മോശമായ തലത്തിലേക്കൊക്കെ ചെലവഴിച്ച് കുടുംബത്തെ പട്ടിണിക്കിടുന്നവരില്ലയോ? ഈ ദുനിയാവിൽ നീ നിസ്കരിച്ചാലും, നീ നോമ്പ് നോറ്റാലും, നീ സക്കാത്ത് കൊടുത്താലും, നീ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്താലും സ്വന്തം കുടുംബത്തെ നോക്കാത്തവനാണോ? കഫാ ബിൽ മർഇ ഇസ്മാ അയ്യുളയ്യ മയ്യഖൂത്ത്. ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ മാതാപിതാക്കളെ പട്ടിണിക്കിടുന്ന ആളുകളുണ്ടോ? സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിടുന്നവരുണ്ടോ? അവൻ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ കുറ്റവാളി അവനാണ്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. അവ മാന്യമായ ഭക്ഷണം, മാന്യമായ വസ്ത്രവിധാനം, ഇതൊക്കെ കുടുംബത്തിന് നൽകണം. അവനാണ് യഥാർത്ഥ സത്യവിശ്വാസി, യഥാർത്ഥ മോമിൻ അവനാണ്. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഷിനെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാനേ പാടില്ല. ആ നിസ്കാര മുസല്ല, നിസ്കാര കുപ്പായൊക്കെ ഒന്ന് കഴുകണം. സഹോദരിമാരോടാണ് ഇത് എടുത്തുണർത്തുന്നത്. കാരണം അതിങ്ങനെ ഉജാല മുക്കി സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ വല്ലാത്തൊരു കോലത്തിലെത്തിയിരിക്കാൻ. കറുത്ത പുള്ളി വീണ് ചിലരുടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണമെന്ന് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ ചിലർക്ക് നിസ്കാര മുസല്ലയും ഈ മുഖമക്കനെയും കൊടുക്കാൻ മടിയാണ്. കാരണം എന്താണ്? ഇതിന് അവരുടെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സകല വിലയും പോകും. അതവർക്ക് തന്നെ അറിയാം. കാരണം അതിൻ്റെ കോലം അങ്ങനെയാണ്. അത് ആ മുഖമക്കനെ ഇടുന്ന ആ ഭാഗത്തിൻ്റെ ഒക്കെ കളറ് കണ്ടാൽ പിന്നെ 3 ദിവസത്തേക്ക് വെള്ളം കുടിക്കൂല. ആ കോലത്തിലാണ്. അത് പറഞ്ഞപ്പോഴേ നിസ്കാര കുപ്പായം 2 എടുക്കാൻ പോയെന്ന് തോന്നി. ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പം നിസ്കാര കുപ്പായം, അതും അതുപോലെ തന്നെ നിസ്കാര മുസല്ല, അതൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയാക്കണം. അതിനകത്തുള്ള അഴുക്കുകൾ അപ്പോഴാണ് അറിയുക. എല്ലാവരും അല്ല, ചിലരിതൊക്കെ കഴുകുന്നുണ്ടാവും. ചിലർ റമദാന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. ചിലർ കണ്ടിട്ടില്ലേ മുസല്ലയിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ? ഒരു വക്കത്ത് കഴിയുമ്പോൾ അവിടെ കിടന്ന് ഉമ്മമാർ കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ? എന്താ കാര്യം? സുജൂദി പോയപ്പോൾ അറിയാതെ ഒന്ന് മണത്തി നോക്കി, ആ മണം കൊണ്ട് ബോധം പോയതാണ്. പിന്നെ അവിടെ കിടക്കുക, അടുത്ത വക്കത്തിന് എഴുന്നേക്കുള്ളൂ. അള്ളാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. നമ്മൾ പുരുഷന്മാരും അതുപോലെ തന്നെ പള്ളിയിൽ പോകുമ്പോൾ നല്ല വസ്ത്രവിധാനമായിരിക്കണം. അള്ളാന്റെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുമ്പോ മാന്യമായ വസ്ത്രവിധാനം നടത്തണേ എന്ന് വിശുദ്ധമായ ഖുർആനാണ്. അള്ളാന്റെ മുന്നിൽ സുജൂദിന് വേണ്ടി നിൽക്കുമ്പോൾ നല്ല വസ്ത്രവിധാനം വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ ഇന്ന് പല ആളുകളും തന്നെ, ചില ആളുകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ സാധാരണ നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കല്യാണത്തിന് പോകുന്ന ടീമുകൾ പോലും പള്ളി വരുമ്പോൾ നല്ല വസ്ത്രവിധാനം ഇല്ല. ശരിയല്ലേ? ഏറ്റവും ലോ ക്വാളിറ്റിയുള്ള വസ്ത്രം ഇട്ടുകൊണ്ടാണ് പള്ളിയിലോട്ട് പോവുക. പേഴ്സ് പോലും എടുക്കൂല. കാരണം പള്ളിക്കുറ്റിയിലെങ്ങാനും 10 രൂപ ഇടേണ്ടി വരുമോയെന്ന് പേടിച്ചിട്ട് അതുപോലും എടുക്കൂല. ബാക്കി ടൗണിലോട്ടൊക്കെ പോകുമ്പോൾ പൈസ എല്ലാം പോക്കത്തിലുണ്ടാവും, റെഡിയാണ്. മറ്റേത് പേഴ്സ് പോലും എടുക്കൂല. അതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ ആകാൻ പാടില്ല. നല്ല വസ്ത്രം നടത്തണം. അത് തീർന്നില്ല. ഖുർആൻ പറയുന്നു 3ാമത്തെ വസ്ത്രവിധാനം. 3 രീതിയിലുള്ള വസ്ത്രമല്ലേ ഖുർആൻ പറഞ്ഞത്? ഒന്ന് നഗ്നത മറയ്ക്കാൻ, 2ാമത്തത് അലങ്കാരത്തിനുള്ളത്, പ്രൗഢിക്കുള്ളത്. 3ാമത്തെ വസ്ത്രവിധാനം തഖ്വയിൽ അധിഷ്ഠിതമായ മതബോധവും മതനിഷ്ഠയുമുള്ള വസ്ത്രവിധാനം. അതാണ് ഏറ്റവും ഉത്തമമെന്ന് പരിശുദ്ധമായ ഖുർആൻ. وَلِبَاسُ التَّقْوَى ذَلِكَ خَيْرٌ وَلِبَاسُ التَّقْوَى ذَلِكَ خَيْرٌ ذَلِكَ مِنْ آيَاتِ اللَّهِ لَعَلَّهُمْ يَذَّكَّرُونَ. തഖ്വയിൽ അധിഷ്ഠിതമാകുന്ന വസ്ത്രവിധാനം നടത്തണേ നിങ്ങൾ. ഏറ്റവും കരണീയമായ വസ്ത്രമതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഏതാണത്? പുരുഷന്മാർക്ക് നല്ല വെള്ള വസ്ത്രം, ഏറ്റവും ശ്രേഷ്ഠതയുള്ള വസ്ത്രമാണത്. മറ്റ് കളർ വസ്ത്രമൊന്നും ധരിക്കണ്ട എന്നല്ല ഇതിൻ്റെ അർത്ഥം. കളർ വസ്ത്രം ധരിക്കാം, അനുവദനീയമാണ്. നിങ്ങൾ പെരുന്നാളിന് കളറുള്ള വസ്ത്രം ധരിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. പെരുന്നാൾ, എത്ര പെരുന്നാളുണ്ട്? എത്രയുണ്ട്?
2 പെരുന്നാൾ. 2 പെരുന്നാൾ, ഒന്ന് വലിയ പെരുന്നാളും മറ്റൊന്ന് ചെറു പെരുന്നാളും. ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളൊക്കെ ആഘോഷിക്കുന്നത് വേറെയും ചില പെരുന്നാളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. 2 പെരുന്നാളെ മോമിനീങ്ങൾക്കുള്ളൂ, ഒരു ആഘോഷപ്പൊലിമയായിട്ടുള്ളത്. ഈ 2 പെരുന്നാളുകളും നിങ്ങൾ നല്ല കളർ വസ്ത്രം ധരിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. ആഘോഷത്തിൻ്റെ സുദിനങ്ങളിൽ, അല്ലാത്തപ്പോഴും ധരിക്കാം, അനുവദനീയമാണ്, അതിനൊന്നും എതിർപ്പില്ല. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം ഖുർആൻ പറയുന്നതും പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുന്നതും ഏതാണത്? വെള്ളയാണ്. ഹബീബാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഹബ്ബു സിയാബി ഇലല്ലാഹി അൽ ബയാൽ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വസ്ത്രം അത് വെള്ളയാണ്, വെള്ളയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഹബ്ബു സിയാബി ഇലല്ലാഹി അൽ ബയാൽ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വസ്ത്രം അത് വെള്ളയാണ്, വെള്ളയാണ്. എത്ര പേർക്കുണ്ട് ഈ സദസ്സിൽ വെള്ള വസ്ത്രം? വെള്ള വസ്ത്രം ഉള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കുക, നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. ഉള്ളവർ മതി കേട്ടാ, മാഷാ അല്ലാ. അപ്പം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ജുമഅയ്ക്ക് പള്ളിയിലേക്ക് പോകുമ്പോഴെങ്കിലും ഇൻഷാ അല്ലാ അത് ധരിച്ചിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ജുമഅയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ വേറെ ഒന്നും ധരിക്കേണ്ടത് ആ വെള്ള ജോഡി. അങ്ങനെ നമ്മുടെ മഹല്ല് മറ്റുള്ള മഹല്ലുകൾക്ക് ഒരു മാതൃകയാകട്ടെ. അപ്പോൾ ആരെങ്കിലും ചോദിക്കണം എന്താണ് അങ്ങനെ? അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണത്? വെള്ളയാണ്. അതുകൊണ്ട് ഞങ്ങൾ വെള്ള ധരിച്ച് തന്നെ ജുമഅയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നു. തറാവീഹിന് പോകുമ്പോൾ നല്ല വെള്ള വസ്ത്രം ധരിച്ച് റമദാനിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാധിക്കും, നമ്മളത് ശ്രദ്ധ വെച്ചാൽ സാധിക്കും. കാരണം ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിന് ഇഷ്ടം, അവൻ്റെ പ്രവാചകർക്കും ഇഷ്ടം വെള്ളയാണ്. ഈ സദസ്സിൽ ഉലമാക്കൾ ധരിച്ചിട്ടുള്ള ഉമറാക്കളാകുന്ന ഒരുപാട് ആളുകൾ, മുത്തഅല്ലിമീങ്ങൾ, അവരവരുടെ ശരീരത്തിലേക്ക് ചേർത്തി വെച്ച വസ്ത്രം റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ഇത് ശാസ്ത്രം ഇത് പരീക്ഷിച്ചു, നിരീക്ഷിച്ചു. എന്താണ് ഈ വെള്ളയ്ക്കുള്ള പ്രത്യേകത? അവർ ആദ്യമായി കണ്ടെത്തിയത് സൂര്യൻ്റെ ചൂട് വളരെയേറെ കുറവ് ഏൽക്കുന്നത് വെള്ളവസ്ത്രം ധരിച്ചവർക്കാണ്. സൂര്യാഘാതം പൊള്ളലേൽക്കൂല വെള്ളവസ്ത്രം ധരിച്ചു. വെള്ളവസ്ത്രം ധരിച്ചവർക്ക് സൂര്യൻ്റെ ചൂട് ഏൽക്കൽ വളരെ കുറവായിരിക്കും. മറ്റുള്ള വസ്ത്രം ധരിക്കുന്നവർക്ക് അത് കൂടുതലായിരിക്കും. മാത്രമല്ല, അഴുക്ക് എവിടെയെങ്കിലും ഉണ്ടായാൽ അത് പെട്ടെന്ന് കാണാൻ ചാൻസ് കൂടുതൽ ഏതാണ്? വെള്ളയ്ക്കാണ്. കളറാവുമ്പോഴത്തേക്കും നല്ല ഫോഗ് അടിച്ച് കാര്യമായിട്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നല്ല ബോഡി സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് നല്ല ഇസ്തിരി ഇട്ട് കൊടുത്താൽ, തേച്ച് കൊടുത്താൽ സെറ്റായി. പിന്നെ ഒരു കൊല്ലത്തേക്കൊന്നും വേണ്ട, അലക്കുക വേണ്ട. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരങ്ങനെയുണ്ട്. നല്ലതുപോലെ വസ്ത്രം കഴുകത്തുമില്ല, ശുദ്ധിയാക്കത്തുമില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല ബോഡി സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് വേണേൽ ഒന്ന് ഇസ്തിരി ഇട്ടേക്കും, ഒന്ന് തേച്ചേക്കും, അതോടുകൂടി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. നല്ല വസ്ത്രവിധാനം വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്, അത് വേണ്ടുന്നതാണ്. അപ്പോൾ 3 രീതിയിലുള്ള വസ്ത്രവിധാനം പറഞ്ഞു. അപ്പോൾ വസ്ത്രവിധാനത്തിൽ ഒന്നാമതായി നമ്മൾ പഠിച്ചത് പുരുഷന്റെ നഗ്നതയാണ് ആദ്യമായി പഠിക്കേണ്ടത്. നഗ്നത മറക്കാനാണല്ലോ വസ്ത്രം. അതാണ് ഖുർആൻ പറഞ്ഞ വസ്ത്രവിധാനവും നഗ്നത മറക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വസ്ത്രം നൽകിയത്. പുരുഷന്റെ നഗ്നത മുട്ടുപൊക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കണം. പൊക്കിളും മറയ്ക്കണം, മുട്ടും മറയണം എന്നുള്ളതാണ്. രണ്ടും മറഞ്ഞിരിക്കണം. ചില മക്കൾ പാൻസ് വാങ്ങും, റെഡിമെയ്ഡ് ആയിട്ടുള്ള പാൻസ്. അത് ചിലപ്പോൾ അവൻ്റെ അരവണ്ണം കാരണം പൊക്കിൾ മറയാറുണ്ടാവൂല, പൊക്കിളിന് താഴെ കിടക്കും. ഷർട്ട് കൂടി ചെറുതാണെങ്കിൽ റുക്കോയിൽ പോകുന്ന സമയത്ത് അവൻ്റെ ഷർട്ട് ഇങ്ങോട്ട് കയറി വരും, പുറകിലുള്ള ഭാഗങ്ങൾ പിൻഭാഗം കാണാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചില മക്കൾ സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ 2 കൈയും പുറകോട്ട് വലിച്ചിട്ട് ഇങ്ങനെ വലിക്കാറുണ്ട്. ഇല്ലേ, കണ്ടിട്ടില്ലേ? കൈ ഇങ്ങനെ പുറകെ വെച്ചിട്ട് ഡ്രസ്സിലിട്ട് ഇങ്ങനെ വലിക്കും. കാരണം അവന് തന്നെ അറിയാം പുറകിലുള്ളവൻ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടെന്ന്. ആ പേടി മാറിക്കോട്ടെ എന്ന് കരുതി കൈയിട്ട് ഇങ്ങനെ ഇട്ട് വലിക്കും. കണ്ടിട്ടില്ലേ ഞങ്ങൾ? അപ്പോൾ റുക്കോയിൽ പോകുന്ന സമയത്ത് പിന്നിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അവിടെ ദൃശ്യമായിട്ടുണ്ട് എങ്കിൽ എന്തായി? നിന്റെ നിസ്കാരമാണ് പോകുന്നത്. അള്ളാഹു നമ്മുടെ നിസ്കാരം ഖബൂലിയത്തുൽ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വസ്ത്രവിധാനം ശ്രദ്ധിക്കണം. നല്ല ഇറക്കമുള്ള ഡ്രസ്സായിരിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ ചില കുട്ടികൾ 3/4 ഇട്ടുകൊണ്ട് വരും. പാൻസാണ്, മുട്ടിൻ്റെ താഴെ കിടക്കുന്നതാണ്. പക്ഷെ എങ്കിലും സുജൂദിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവൻ്റെ പിറക് ഭാഗം അഥവാ തുടയുടെ ഭാഗം, മുട്ടിന് മുകളിലുള്ള ഭാഗം കാണാൻ ചാൻസ് ഉണ്ട്.
പുരുഷന്മാരോടാണ് ഇത് പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. തൊടയെന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഔറത്താണ്, നഗ്നതയാണ്. അന്യനെ കാണിക്കാൻ പാടില്ല, അന്യ പുരുഷനെ പോലും കാണിക്കാൻ പാടില്ല തുടഭാഗം. ചിലരെ മനസ്സിലാക്കിയിരിക്കുന്നത് ഔറത്ത് എന്ന് പറയുന്നത് മുൻഭാഗവും പിൻഭാഗവും മാത്രമാണ് എന്നാണ്. ചിലരങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ റോഡിൽ വെച്ച് തന്നെ മടക്കി കുത്തി തലയിലോട്ട് തലയെക്കെട്ടും കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. തൊടയെന്നെല്ലാം കാണിച്ച് നാട്ടുകാരെല്ലാം കാണിച്ചുകൊണ്ടാണ് മൊത്തത്തിൽ പോക്ക്. അങ്ങനെ പോകാൻ പാടില്ലല്ലോ. മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് പുരുഷന്മാരെങ്ങനെയാണ് ഇരിക്കേണ്ടത്? അങ്ങോട്ട് ചെന്ന് ഇരിക്കുന്നതിന് പ്രകാരമാണ് ഔറത്ത് പതുക്കെ പതുക്കെ വെളിവാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്നതനുസരിച്ച് തുണി അല്പാൽപമായി ഉയർത്തണം. അല്ലാതെ അങ്ങോട്ട് കയറുമ്പോഴേ തന്നെ അപ്പുറത്തെ വീട്ടിൽ അയലിലോട്ട് ഇട്ടിട്ട് തുണിയില്ലാതെ കയറി പോവല്ല, ടാറ്റ നാളെ കാണാമെന്നും പറഞ്ഞു. അങ്ങനെയല്ല, ചിലരങ്ങനെയാണ് നിൽക്കുന്നത്. പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയല്ല. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന അറബി ചെയ്തിട്ടില്ലേ, ലയാൾ ചെയ്തിട്ടില്ലേ എന്നൊന്നും ഇവിടെ ചോദ്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രവാചകർ അങ്ങനെയല്ലായിരുന്നു. കുളിക്കുമ്പോൾ പോലും നഗ്നത മറച്ചിരുന്നു. ചെറിയ തോർത്തുമുണ്ട് വാങ്ങും, എന്നിട്ട് ഇങ്ങനെ കാര്യമായിട്ട് മറയ്ക്കുക, നടുക്ക് ഫുള്ള് ഓപ്പൺ. ചിലരുടെ അങ്ങനെയാണ്, ചെറിയ തോർത്ത്. അറിവിൻ്റെ തൊട വലിയ ഹലാക്കിൻ്റെ തൊടയാണ്, ഇതും കൂടെ കെട്ടിയിട്ട് പുക്കളിന് മേടി ഒരു കെട്ടിട്ട് വെക്കുക. ഫ്രണ്ടെല്ലാം ഓപ്പൺ, നാട്ടുകാർ കാണേണ്ട എല്ലാം കണ്ട് കാര്യമായിട്ട് തോർത്തുമുണ്ട് എടുത്തിരിക്കുക. നല്ല നീളമുള്ള, അല്പം നീളമുള്ള, മുട്ടിന് താഴെ ഇറക്കം വരുന്ന രീതിക്കുള്ള ഒരു നല്ല തോർത്തുമുണ്ട് വാങ്ങുക. ഒരു 25 രൂപ കൂടുതലായിരിക്കും, ഇല്ലെങ്കിൽ ഒരു 20 രൂപ കൂടുതലായിരിക്കും. എന്നാലും നല്ല അല്പം നീളമുള്ളത് വാങ്ങിച്ചോ. കാരണം നമ്മുടെ തൊട ഔറത്താണെന്ന് മനസ്സിലാക്കണം. അന്യ പുരുഷനെ പോലും കാണിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ദീൻ. അപ്പം അത് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിസ്സാരമാകരുത്. അതോടൊപ്പം തന്നെ വസ്ത്രവിധാനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്, സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം നെരിയാണിക്ക് താഴോട്ട് വസ്ത്രവിധാനം പോകാൻ പാടില്ല. നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ. ഇത് തമാശയായിട്ട് എടുക്കരുത്. പാൻസ് ധരിക്കുന്നവരാകട്ടെ, തുണി ഉടുക്കുന്നവർ, മുണ്ട് ധരിക്കുന്നവരാകട്ടെ, നെരിയാണിക്ക് താഴെ ധരിച്ചാൽ വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ ശിക്ഷ ഉണ്ടാകും. ഞാനിത് തമാശയ്ക്ക് പറയുന്നതല്ല. ഇതാ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കരുത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, 3 കൂട്ടരെ ശ്രദ്ധിക്കണേ സഹാബാ. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയേ ഇല്ല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു പരിശുദ്ധിപ്പെടുത്തുകയേ ഇല്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമാകുന്ന ശിക്ഷകൾ ഉണ്ടാകും സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞപ്പോ ഖാലൂ, ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ, ആരാണ് ഈ 3 കൂട്ടർ റസൂലേ? ഹതഭാഗ്യരാണല്ലോ, അവർ നിരാശരാണല്ലോ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കാത്ത, റബ്ബിന്റെ മാന്യമായ ഭാഷണം ലഭിക്കാത്ത, അതികഠിനമാകുന്ന വേദനാജനകമാകുന്ന ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതായ ആ 3 കൂട്ടർ ആരാണ് റസൂലേ? ആദരവായ പ്രവാചകൻ ആദ്യമായി പറയുകയാ, അൽ മുസ്ബിലോ
പരപ്പനങ്ങാടി ആവിയിൽ ബീച്ചിലുള്ള പ്രിയപ്പെട്ടതാകുന്ന സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റസൂലുള്ള പറയുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതായ ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, പുരുഷനുണ്ടോ, അവനാണ് നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ വിറങ്ങലിക്കുന്നത്, അള്ളാഹുവിന്റെ കോടതിയിൽ വല്ലാതെ ദുഃഖിക്കുന്നത്. അവന് റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കില്ല. അള്ളാഹു മാന്യമായ ഭാഷണം നടത്തില്ലെന്ന് മാത്രമല്ല, റബ്ബിന്റെ ഏറ്റവും വലിയ ശിക്ഷ അവന് ലഭിക്കാൻ കാരണമാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം അഹങ്കാരികളുടെ ലക്ഷണമായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കലെന്നും ഹബീബുനാ റസൂലുള്ളാഹി. പരപ്പനങ്ങാടി ആവിയിൽ ബീച്ചിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള വസ്ത്രവിധാനമാണ് നടത്തുന്നതെങ്കിൽ നിർബന്ധമായും ഈ നിമിഷം തന്നെ മാറ്റണേ. നെരിയാണിക്ക് മുകളിലല്ലാതെ താഴോട്ട് വസ്ത്രവിധാനം കൊണ്ടുവരരുതേ. അത് പാൻസ് ആയിരുന്നാലും, അത് ജീൻസ് ആയിരുന്നാലും, അത് തുണിത്തരങ്ങളായിരുന്നാലും പുരുഷന്മാരെ ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ അദാബാണ്. തീർന്നില്ല. ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, 3 കൂട്ടർക്കാണ് ഈ വലിയതാകുന്ന ശിക്ഷ. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? വൽമന്നാൻ. ഈ ദുനിയാവിൽ പാവപ്പെട്ടവരുടെ കണ്ണീരപ്പിയവരാണ്. പള്ളിക്കും മദ്രസയ്ക്കും ദീനീ സ്ഥാപനങ്ങൾക്കുമൊക്കെ സഹായം ചെയ്തവരാണ്. വിധവകൾക്ക് അത്താണിയായി വർത്തിച്ചവരാ. യതീം മക്കളുടെ തലയിൽ തലോടുകയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്തവനാണ്. എന്നിട്ടോ ആളുകളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാ, ഞാനാണ് ആ യതീം പെൺകുട്ടിയെ വിവാഹം ചെയ്തയച്ചത്, ഞാനാണ് അവൾക്ക് സ്വർണം കൊടുത്തത്, ഞാനാണ് പള്ളിക്ക് തടി കൊടുത്തത്, ഞാനാണ് മിമ്പറെ തടി കൊണ്ട് പാനൽ ചെയ്തത്, ഞാനാണ് മെഹ്റാബ് മുഴുവൻ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചത്, ഞാനാണ് പള്ളി മുഴുവനും പെയിന്റ് അടിച്ചത് എന്ന് പറഞ്ഞ് ചെയ്ത നന്മകൾ വിളിച്ചു പറഞ്ഞ് നടക്കുന്നവരെ ആഖിറത്തിൽ ഖേദമാണ്. വൽമന്നാൻ. ഈ ദുനിയാവിൽ ചെയ്തതാകുന്ന നന്മകൾ ആഖിറത്തിൽ വലിയ ഖേദകരമായി തീരുമേ. ഈ ദുനിയാവിൽ ചെയ്ത നന്മകൾ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് നടന്നാലെങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത നിലക്കുള്ള സദഖയില്ലേ. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നവരെ, നിരാലംബർക്ക് അവലംബമാകുന്നവരെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നവരെ അവർക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. സദഖ എടുത്ത് പറഞ്ഞു നടന്നാൽ ആഖിറത്തിൽ ഖേദമാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ 3ാമത്തെ കൂട്ടരെ പറയുകയാണ്, വൽമുൻഫിഖു സലഅതഹു ബിൽഹലിഫിൽ കാദിബ്. കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്ന കച്ചവടക്കാരില്ലയോ, ഇത് ഫസ്റ്റ് ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് പറഞ്ഞ് നീ മീൻ കച്ചവടം നടത്തിയാലും, ഇറച്ചി കച്ചവടം നടത്തിയാലും, പച്ചക്കറിയുടെ ബിസിനസ് നടത്തിയാലും, പലവ്യഞ്ജനത്തിന്റെ ബിസിനസ് നടത്തിയാലും, ഏത് സാധനങ്ങൾ ഇല്ലാത്ത സാധനം വെച്ചിട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് കളവ് പറഞ്ഞ് കച്ചവടം നടത്തുന്നവരെ, വഞ്ചനയുടെ കച്ചവടമാണ് നീ നടത്തുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന സമ്പാദ്യം കൊണ്ട് മക്കളെയും കുടുംബത്തെയും വിരുന്നൂട്ടുന്നവരെ നാളെ ആഖിറത്തിൽ ഖേദമാണ്. ഈ ദുനിയാവിൽ പാവങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് സമ്പത്ത് ചൂഷണം ചെയ്ത് നീ ഉണ്ടാക്കിയതല്ലയോ. ഹറാമായ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് നിനക്ക് ആഖിറത്തിൽ വലിയ തടസ്സമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നിനക്ക് ലഭിക്കുകയേ ഇല്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ പോലും തിരിഞ്ഞു നോക്കാത്ത, മഹ്ശറയാണ്. ഒരാൾ പോലും ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ചു തന്നവനാകാം, സിഗരറ്റ് വാങ്ങിച്ചു തന്നവനാകാം, നിനക്ക് എങ്ങനെ കള്ള് കുടിക്കണമെന്ന് പഠിപ്പിച്ചവനാകാം. ഒരാൾ പോലും നിനക്ക് തുണവരാത്തതാകുന്ന സ്ഥലമാണ് മഹ്ശറ. നീ ചെയ്തതാകുന്ന സകല നീചവൃത്തങ്ങളുടെയും എല്ലാത്തിൻ്റെയും പ്രതിഫലം, എല്ലാ ശിക്ഷകളും നീ ഒറ്റയ്ക്ക് തന്നെ ആസ്വദിക്കേണ്ട നേരമാണ്, ലോകമാണ്.
അവിടെ വെച്ച് പടച്ചിറപ്പിന്റെ തിരുനോട്ടം കിട്ടാതെ അള്ളാഹു ആട്ടി ഓടിക്കുന്ന വിഭാഗമായി ആദ്യമായി റസൂലുള്ള പരിചയപ്പെടുത്തിയത് നെര്യാണിക്ക് ായ പുരുഷനാണ്. നഊദുബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് അത്രമേൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന നടൻ ധരിച്ചിട്ടുണ്ടല്ലോ എന്ന്, അവന് വല്ലത്തന്നെ നരകത്തിലാണ്. ഓൻ്റെ രീതി നീ മുമ്പറ്റണ്ട. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇന്നാൾ ധരിക്കുന്നുണ്ടല്ലോ അതൊന്നും ഇവിടെ ചർച്ചയല്ല. നെര്യാണിക്ക് താഴെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിട്ടില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ മോഡേണിൻ്റെ വക്താവായിരുന്നു ആര്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എല്ലാ മോഡലുകളും കാണിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയും ശുദ്ധിയുമുള്ള നടത്തമാണ് ജീവിതങ്ങളുടെ ജീവിതം. അതുകൊണ്ടല്ലേ ലോകത്തെ ഏറ്റവും വലിയ സുന്ദര വ്യക്തിത്വമായി തീർന്നത്. ഏറ്റവും വലിയ റോൾ മോഡലായി നമ്മൾ കാണേണ്ടതും പ്രവാചകരെയാണ്. ആ പ്രവാചകർ ഒരിക്കലും നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ടില്ല. അതുകൊണ്ട് മക്കളുടെ പാൻസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറയണം. ചിലർ നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെക്കും. ഒരു കാര്യമില്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിരിൻ ഇസാറ. ഹദീസിൽ കാണാം, നിസ്കരിക്കുമ്പോഴാകട്ടെ നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴാകട്ടെ നെര്യാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്നതായ ആളുകളുടെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. ഹബീബ് റസൂലുള്ളാഹി അള്ളാഹു സ്വീകരിക്കില്ല, നിസ്കാരം സ്വീകരിക്കില്ല എന്ന്. ആരുടെ? നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നവൻ്റെ. നഊദുബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ നമ്മുടെ മക്കളുടെ നിസ്കാരം, ഭർത്താവിൻ്റെ നിസ്കാരം, വാപ്പയുടെ നിസ്കാരം ഒക്കെ പോയി. പെണ്ണുങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. അവിടെ നെര്യാണിക്ക് താഴോട്ട് എന്ത് പോകണ്ട? മുണ്ട് പോകണ്ട, നിങ്ങളുടെ വസ്ത്രം പോകണ്ട. പുരുഷന്മാർ ചില മക്കൾ കണ്ടിട്ടില്ലേ, പാൻസ് ഇങ്ങനെ ചെരുപ്പിൻ്റെ അടിയിലോട്ട് തിരികെ വെച്ച് ഷൂവിൻ്റെ അടിയിലൊക്കെ വെച്ച് എന്നിട്ട് അതുമായിട്ട് ടോയ്ലറ്റിൽ പോയി ആ നജസം പറ്റിച്ച് നേരെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ വസ്ത്രം ശുദ്ധിയാകണം, സ്ഥലം ശുദ്ധിയാകണം, ശരീരം ശുദ്ധിയാകണം. ഇതൊന്നും അവനൊരു ബോധമില്ല. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നുമില്ല. ഇതാണ് അവസ്ഥ. അപ്പം അത് ശ്രദ്ധിക്കണം പുരുഷന്മാർ. മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള ഭാഗം പരിപൂർണമായി മറച്ചിരിക്കണം.